പിന്നെ ഈ തറവാടിന്റെ പേരെന്തോന്ന്? 240 എപ്പിസോഡാ ഇപ്പോഴും തറവാട്ടിന്റെ പേരാണെന്ന് ചോദിച്ചോണ്ടിരിക്കണേ. മെനങ്ങാശ്ശേരി തറവാട്. ഇതെന്തൊരു മെനകെട്ട പേരാ, വായി കൊള്ളുന്നില്ല. ഈ പേരൊന്ന് മാറ്റി പിടിച്ചൂടെ? പിന്നെ 240 എപ്പിസോഡ് ആക്കിയിട്ടല്ലേ ഇനി തറവാട്ടിന്റെ പേര് മാറ്റണത്. അയ്യോ, ശമ്പളം കൂട്ടിച്ചോദിച്ചിനി ഇവിടുത്തെ നായകനെ വരെ മാറ്റി. അപ്പോഴാണ് ഒരു പേര് മാറ്റാനായിട്ട്. ഈ തറവാട് ഇതുവരെ എന്റെ അടുത്ത് ശമ്പളം കൂട്ടി ചോദിച്ചിട്ടില്ല. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്. മെനങ്ങാശ്ശേരി തറവാട്. റോളിംഗ് ആക്ഷൻ. ഒന്നും വേണ്ട, ബാക്കി പണം. മെനങ്ങാശ്ശേരി തറവാട്ടിലെ സുഭദ്ര തമ്പുരാട്ടിയുടെ ഈ വാളിന് മുന്നിൽ പൊരുതി നിൽക്കാൻ ആണായി പറന്നവരാരുമില്ല. നെറ്റി നിങ്ങളുടെ ഈ വാളിന് മുന്നിലല്ല, നിങ്ങളുടെ ഈ നാക്കിന് മുന്നിൽ പൊരുതാനാണ് ഇവിടെ ആണുങ്ങളില്ലാത്തത്. ത്രിസന്ധ്യ സമയത്ത് ഉമ്മറപ്പടിയിൽ വിളക്ക് വെക്കുന്ന നേരത്തോ എന്നോട് ഈ തർക്കുത്തരം? ത്രിസന്ധ്യ സമയത്ത് നാട്ടുകാർക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കിതിവിടെ പറയാം. ഇത് സ്ക്രിപ്റ്റിലുണ്ടോ? അങ്ങനെ ഡയലോഗ് സ്ക്രിപ്റ്റിലുണ്ടോ? ഓ പിന്നെ സാർ ഇവിടെ എഴുതുന്ന സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ലേ നമ്മൾ ഇത്രയും കാലം ഇവിടെ പറഞ്ഞോണ്ടിരുന്നത്. എന്റെ സാറേ, അല്ലേലും സ്ക്രിപ്റ്റിലുള്ളതൊന്നും പറയാൻ ഇവളെ കൊണ്ട് ഒക്കത്തില്ല. അല്ലേലും ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ ബലത്തിൽ ജീവിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഞാൻ പിന്നെ ഇത് ടാപ്പിംഗിൽ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അതെന്തായിരുന്നു? ഡബിംഗ് എന്നാ ഉദ്ദേശിച്ചത്? നമ്മളിത് എത്ര കാലം കൊണ്ട് തുടങ്ങിയതാ. അതെനിക്ക് നേരത്തെ സംശയമുണ്ട്. നിങ്ങൾ കിടന്ന് വഴക്കൂടരുത്. അടുത്ത നമുക്കൊരു സെന്റ് സീനിലേക്കാണ് പോണത്. ക്യാമറ റോളിംഗ് ആക്ഷൻ. മോളെ, നിന്നെ ഞാൻ എന്റെ മകൻ വേളി കഴിച്ചോണ്ട് വന്ന മരുമകളായിട്ടല്ല, സ്വന്തം മോളായിട്ടാ കണ്ടത്. സ്വന്തം മോള്. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ തറവാട്ടിൽ നിന്നും എന്നെ ഒന്ന് കെട്ടിച്ചയച്ചൂടെ അമ്മേ? അയ്യോ സാറേ, അത് ലോജിക്കാകൂലല്ലോ. മരുമകൾ ആരെങ്കിലും കെട്ടിച്ചു വിടുവാ? ഒരു ലോജിക് പ്രശ്നമില്ല. എത്ര സീരിയലുകളിൽ അമ്മായിയമ്മ മരുമക്കളെ കെട്ടിച്ചു വിട്ടിരിക്കുന്നു. എന്റെ പഴയ സീരിയലിൽ തന്നെ ഞാൻ എന്റെ അച്ഛൻ വരെ കെട്ടിച്ചു വിട്ടു. അതിനേക്കാളും വലുതൊന്നും അല്ലത്. എന്റെ സാറേ, ഇതൊക്കെ നാട്ടുകാർ കേട്ടാ വിശ്വസിക്കുവാ. ഈ സീരിയലിൽ നിങ്ങൾ ആരാണ്? മെനങ്ങാശ്ശേരി തറവാട്ടിലെ സുഭദ്ര തമ്പുരാട്ടി. നാട്ടുകാർ വിശ്വസിച്ചില്ലേ? എടി, ഈ സീരിയലിന് വേണ്ടി ഇത്തിരി നരയിട്ടെന്നേ ഉള്ളു. ഇതങ്ങ് കഴുകി കളഞ്ഞ നമ്മൾ രണ്ടുപേരും ഒരേ പ്രായമാണ്. എന്റെ പൊന്ന് സാറേ, ഇവരുടെ വാക്കും കേട്ടോണ്ട് പൈപ്പിന്റെ ചൂട്ടിലൊന്നും പോയി കഴിവേക്കല്ലേ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ റോഡിടാനുള്ള കരി ഇവരുടെ മുടിക്കാത്തോണ്ട്. എടി, നിനക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ഈ സീരിയൽ രംഗത്ത് എന്നെ അറിയപ്പെടുന്ന പേരെന്താന്നറിയാമോ? നൂല് കെട്ടാത്ത കുഞ്ഞിക്കിളി. ക്യാമറാമാനെ പറഞ്ഞു വിട്ടപ്പോ സമാധാനമായല്ലേ? ഒരു നൂല് കെട്ടാത്ത കുഞ്ഞിക്കിളി വന്നിരിക്കുന്നു. അതെ, നിങ്ങൾ കൂടുതൽ നിഗളിക്കണ്ട. കഴിഞ്ഞ വർഷം ബാലതാരത്തിന് അവാർഡ് കിട്ടിയത് എനിക്കാ. അയ്യോ, ഒരു അവാർഡ് മേടിച്ച ബാലതാരം. എടി, നിന്റെ കൊച്ചുമോക്ക് കിട്ടിയ അവാർഡ് ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഒരു ബാലതാരം ജമേല്. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കാര്യങ്ങൾ ഉണ്ടാക്കി പറിച്ചിട്ട് കൂടുതലാണ് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. നിന്റെ പ്രായം തെളിയിക്കാൻ എന്നാ നീ ആധാർ കാർഡ് എടുക്കടി. ആദ്യം നിങ്ങൾ ആധാർ കാർഡ് ഇങ്ങോട്ട് എടുക്കുക. ആർക്കാണ് പ്രായം? നിന്റെ ആധാർ കാർഡ്. അമ്മച്ചി ഒരു രണ്ടു വരി. എന്തൊരു മക്കളെ, രണ്ടുപേരുടെ ആധാർ കാർഡ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ആ രണ്ടിന്റെ ഫ്ലെക്സ് അടിച്ച് ഇവിടെ തൂക്കും. രണ്ടും നിന്ന് നാറും. അത് വേണോ? ഇപ്പൊ കാണിച്ച ഈ ഉഷിന് എന്റെ അടുത്ത സീനിൽ കാണിച്ച ആ എപ്പിസോഡെങ്കിലും റേറ്റിംഗ് കയറും. അടുത്ത സീൻ എന്ന് പറയുന്നത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള അംഗമാണ്. നിന്റെ മരണം. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ചാവാനല്ല പറഞ്ഞത്. അതിനൊക്കെ ഒരു അടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേണം വെട്ടാൻ. അയ്യോ, ഇതൊക്കെ ആര് പഠിപ്പിച്ചു? പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ കളറി ആശാനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇങ്ങോട്ട് വിളിക്കേ. എവിടെയാണ് ടച്ചപ്പ്? വാരി പൂശ്. അടുത്ത് കളരിക്കുള്ള സാധനമാണ്. ഉറപ്പാ. ഒരു കാര്യം ഞാൻ അടുത്ത ഷെഡിലോട്ട് ഒരു പെട്ടിയാട്ടാ പഞ്ഞി ഇറക്കണം കേട്ടോ. എന്റെ കളരി സീരിയൽ ദൈവങ്ങളെ. കളരി പരമ്പര ദൈവങ്ങളെന്നല്ലേ എടാ നമ്മൾ വന്നേക്കുന്ന എവിടാ? സീരിയലിലാണോ? സീരിയലും പരമ്പരയും ഒന്നാണ്. അതുകൊണ്ട് എന്റെ കളരി സീരിയൽ ദൈവങ്ങളെ, ഞങ്ങളെ കാക്ക കൊത്തണേ. നമസ്കാരം, ഞാൻ ഡയറക്ടർ. ഹലോ, താങ്ക് യു. ഇത്
കേൾക്കേണ്ടതല്ല. പിന്നെ? ഇതാണ് ഭൂമി വന്ദനം. അതെ, ആശാൻ ആദ്യം ഭൂമി വന്നിട്ട് തുടങ്ങും. എന്നിട്ട് ആ ഭൂമി തന്നെ ആശാനെ കുഴിച്ചിടും. അടുത്ത് മാത്രമേ വെളിയിൽ കാണത്തുള്ളൂ. ഒരു സമയത്ത് പച്ചോറുമ്പരെ വിട്ടു വരും. അയ്യോ, എന്തൊരു ചൊറിച്ചിലെന്നറിയാമോ? നിങ്ങൾ എന്തിനു പറയണേ? അതല്ല, പിന്നെ? ഞങ്ങള് നേരെ ശത്രുക്കൾ വരുമ്പോൾ ഞങ്ങൾ പ്രയോഗിക്കുന്ന ചില രീതികളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷൂട്ടിലോട്ട് കിടക്കാം. കിടക്കാം. ആർട്ടിസ്റ്റ് റെഡി? ആ വാളൊക്കെ കൊണ്ട് വാള് കൊണ്ട് വെക്കൂ. വാള് നടുക്ക് വെക്കൂ. അവിടെ വെക്കൂ. അപ്പോ നമുക്ക് തുടങ്ങാം. വാളെടുക്കൂ. ഇങ്ങനെയാണോ വാളെടുക്കുന്നത്? ഇങ്ങനെയാണോ വാളെടുക്കുന്നത്? പിന്നെ എങ്ങനെ എടുക്കണം? കണ്ടുപിടിച്ചോളൂ. വലത് കാൽ മുമ്പിലേക്ക് നീട്ടി പിന്നിലേക്ക് വെച്ച് ഞെരിഞ്ഞമർന്ന് വാളിൽ തൊട്ട്. വാളെടുക്കരുത്, നൂരരുത്, അങ്ങനെ തന്നെ നിന്നോളാം. ഇങ്ങനെ കുനിഞ്ഞ് വാളെടുക്കണത് എനിക്ക് 14 എപ്പിസോഡ് വിടേണ്ടതാണ്. അപ്പൊ ഞാൻ 14 ദിവസം ഇങ്ങനെ കുനിഞ്ഞിരിക്കണം. ഞാൻ നിൽക്കൂല. പ്രത്യേകിച്ച് അവന്റെ മുമ്പിൽ. ഇവൻ കുനിഞ്ഞ് കുഞ്ചൻ നമ്പേരെ അടിച്ചോണ്ട് പോണ മോന. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ കുനിഞ്ഞ് നിന്നേ പറ്റുള്ളൂ. വാളി തൊട്ട് നില്ലേ, വാളി തൊട്ട് അങ്ങനെ തന്നെ നിന്നോ. ക്യാമറ കൊണ്ടു ചെന്ന് നേരെ കൊണ്ടുവന്നു മുഖത്ത് ഇടിച്ച് തിരിച്ചു വരണേ. മുഖത്തടിച്ചിട്ട് തിരിച്ചു വരണല്ലേ? പോയിട്ട് വാ. ആശാൻ കുനിഞ്ഞെടുത്ത വാൾ സുഭദ്ര തമ്പ്രാട്ടിക്ക് കൊടുക്കുമോ? അങ്ങേറ്റം പോയിട്ട് വാ. അതോ മീനാക്ഷി കുട്ടിക്ക് കൊടുക്കുമോ? അതോ ആശാൻ കുനിഞ്ഞെടുത്ത വാൾ തുരിച്ചു ഉറയിലിടുമോ? അതെ, നിങ്ങൾ ഏതെങ്കിലും ഒന്നിലുറപ്പിര്. ആശാൻ അധികം നേരം ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷൂട്ടിലോട്ട് കിടക്കാം. അപ്പൊ വാൾ ഫൈറ്റ് അങ്ങ് തുടങ്ങാം. അതെ, തുടങ്ങാം. ആക്ഷൻ പറയുന്ന സമയത്ത് വലത് കാൽ മുന്നിലേക്ക് വെച്ച് ഇങ്ങനെ വെക്കണം. ഓക്കെ, റെഡി? റെഡി. ക്യാമറമാൻ റെഡി അല്ലേ? ക്യാമറ റോളിംഗ്, ആക്ഷൻ. ചേർത്ത് പിടിക്കൂ. ക്രൗര്യം വരട്ടെ. സാറേ, ഇവരെ മുഖത്ത് വികാരം വരല്ല. 240 എപ്പിസോഡോട് ഞാൻ വിചാരിക്കണ ഇവരെ മുഖത്ത് എന്തെങ്കിലും വികാരം പറ്റും. എന്നെ കൊണ്ട് പറ്റണില്ല. താങ്കളുടെ മുഖത്ത് വരേണ്ട വികാരം എന്ന് പറയുന്നത് ഒരു അയലത്തിലെ പൂച്ച എടുത്തോട്ട് പോകുമ്പോൾ അത് കണ്ട പൂച്ച കണ്ടിട്ട് മുറും. നിങ്ങൾ കാണിക്കേണ്ടത് പ്രാവ് കുറുകുന്ന ശബ്ദം. പൂച്ച, പ്രാവ്, പൂച്ച, പ്രാവ്, പൂച്ച, പ്രാവ്, പൂച്ച, പ്രാവ്, പൂച്ച, പ്രാവ്. പറയണില്ലേ? 250 എപ്പിസോഡിനുള്ളത് പൂച്ച പ്രാവില് പോകൂടെ? ഓക്കെ, അപ്പൊ അടുത്ത വാൾ ഫൈറ്റ് ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാമറമാനെ വെട്ടോണ്ട് ചാവാതെ ഇവിടെ എവിടെയെങ്കിലും വന്നില്ല. ഹാങ് ഓവർ മറന്നില്ല. ക്യാമറ റോളിംഗ്, റെഡി, ആക്ഷൻ. എന്റെ പ്രായം പറയാറായില്ലടി നിന്നെ ഞാൻ വെട്ടുന്നത്. ആശാന് ഇതെന്തരുത്? എനിക്ക് ഡാലായിട്ട് പോകാൻ ഷൂട്ട് ചെയ്യണമെന്ന്. ആണോ? ആശാ പ്രേമിന്ന് മാറിയില്ലേ? റെഡിയാണ്. ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഇങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. എന്നിട്ട് ഇടത് കാൽ മുന്നിലേക്ക് വെക്കൂ. എന്നിട്ട് വാള് കൊണ്ട് ഒരു വെട്ട്. അടുത്ത കാൽ വെക്കൂ. വെട്ടു, വയ്ക്കൂ, വെട്ടു, വയ്ക്കൂ, വെട്ടു, വയ്ക്കൂ. ആശാൻ വരും. എവിടെ പോയാണ്? വാള് രാകാൻ പോയതാണെന്ന് തോന്നുന്നു. സുഭദ്ര തമ്പുരാട്ടില്ലാതെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ എന്ത് ചെയ്യും? പരസ്യം കയറ്റിവിട്ട് ഫില്ലി. പരസ്യം കയറ്റി വിടും. ഷൂട്ടിന്റെ ഇടയിൽ അങ്ങനെ പരസ്യം കയറ്റി വിടും? എന്നാ പിക്കപ്പ് വിളിച്ച് നിർത്ത്. പിക്കപ്പാ? നിങ്ങളൊരു സംഭവം പറയുമല്ലോ നിർത്താൻ വേണ്ടി. പിക്കപ്പ്. അയ്യോ, പിക്കപ്പ് അല്ലത്. പിന്നെ മനസ്സിലാക്കി പറയണ്ടേ? അതാണ് പാക്കപ്പ്. എന്റെ ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാം പോയി. പിന്നെ പാക്കപ്പ് പറഞ്ഞ ആരും നിൽക്കുവോ? ഓ, അത് നീയൊക്കെ മനസ്സിലാവാൻ ഞാൻ പറഞ്ഞു തന്നെയല്ലേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എല്ലാരും പോയ സ്ഥിതിക്ക് ഇനി ഒന്നേ പറയാവുള്ളൂ. സീരിയസ് ആയിട്ട് പാക്കപ്പ്.